സംസ്ഥാനത്തെ ഡോക്ടർമാർക്ക് 80,000 രൂപ മിനിമം വേതനം നൽകണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ആഴ്ചയിൽ 48 മണിക്കൂർ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് മിനിമം വേതനം ഉറപ്പാക്കാൻ പുതിയ സർക്കാർ നടപടി സ്വീകരിക്കണം. സംസ്ഥാനത്ത് 82% ഡോക്ടർമാർക്ക് മാന്യമായ വേതനം ലഭിക്കുന്നില്ല. വിദേശത്ത് പഠിച്ചു വരുന്ന ഡോക്ടർമാരെ രണ്ടാം തരം ആയാണ് പരിഗണിക്കുന്നത്. കൃത്യമായ സമയത്ത് ശമ്പളം ലഭിക്കാനും തൊഴിലിടത്ത് സുരക്ഷ ഉറപ്പാക്കാനും നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ചുരുങ്ങിയതൊരു 80,000 രൂപയെങ്കിലും ഒരു ഡോക്ടർക്ക് ശമ്പളം കിട്ടുന്നത് ന്യായമായ ഒരു ആവശ്യമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് അടുത്ത ഘട്ടമാണ്. പിന്നെ എല്ലാ ആശുപത്രികളിലും ഇതേ വേതനം കൊടുക്കാൻ പറ്റുമോ, ഇതിങ്ങനെ പല ചിന്തകളും ഉണ്ടായേക്കാം. പക്ഷേ 85,000 രൂപ എന്നുള്ളൊരു അടിസ്ഥാന ശമ്പളം 48 മണിക്കൂർ ഡ്യൂട്ടി ഒരാഴ്ചയിൽ ഒരു MBBS ഡോക്ടർ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സംസ്ഥാനത്ത് അവയവ കച്ചവടം നടക്കുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് സർക്കാരിന് നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും IMA കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരുന്നു IMAയുടെ പ്രതികരണം. അവയവദാനത്തിന്റെ പേര് നടക്കുന്ന ഈ സംഭവങ്ങൾക്ക് ഒരു അടിസ്ഥാന കാരണം ഇവിടുത്തെ കർശനമായ നിയമങ്ങളാണ്. അവയവദാനം മെച്ചപ്പെടുത്തി എത്രയോ രോഗികൾ അവയവദാനം അല്ലെങ്കിൽ അവയവം കിട്ടാതെ മരിക്കുന്നവർ എത്രയോ പേരുണ്ട്. അവരെയൊക്കെ രക്ഷിക്കാനാവും. അതിന് നിയമം കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള കള്ളക്കടത്തുകളും മറ്റു കാര്യങ്ങളും സംഭവിക്കില്ല എന്നുള്ളതും വേറൊരു വശമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.